ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് താനു. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ടൊമാറ്റോ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു കടായി ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഥവാ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ടൊമാറ്റോ റോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് നമുക്ക് ചേർക്കാം. മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്താലും മതിയാകും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മൂത്തിട്ട് വളരെ നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയുടെ ഒരു അളവാണ് പറയുന്നത്. കൂടുതൽ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുത്താൽ മതിയാകും. സവാള നന്നായിട്ട് വലിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. സവാള ഇവിടെ ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സവാള നന്നായിട്ടൊന്ന് വലിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്ക് സവാള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ സവാള കുക്കായി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് ചതച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർക്കാം. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എരിവ് കൂടിയാൽ എൻ്റെ കുട്ടികൾ ഒട്ടും തന്നെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ എരിവ് ചേർക്കുന്നില്ല. അധികം എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 പച്ചമുളക് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ ഒരു കറിക്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നീളത്തിൽ മുറിച്ച് വച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർക്കാം. 5 തക്കാളി നീളത്തിൽ മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവോളയും തക്കാളിയും നീളത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. സവോളയും തക്കാളിയും ഒക്കെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ കറി ഉണ്ടാക്കിയതിന് ശേഷം അത് കാണാനായിട്ട് ഒരു നല്ല ഭംഗി ഉണ്ടാകും. തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് ഒരു ലിഡ് വെച്ച് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സവോള കുക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലിഡ് ഒന്ന് തുറന്ന് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ല. നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അവസാനമായിട്ട് നമുക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കാം. ആ തക്കാളിയുടെ പുളിയും നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര സഹായിക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചോറിൻ്റെയും അതുപോലെ തന്നെ പൂരി, ചപ്പാത്തി, റൊട്ടി ഇതിൻ്റെയൊക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.